ഈ കൺവെൻഷൻ സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. വളരെ നന്ദി. ഞാൻ ഇവിടെ രാജേഷ് പറഞ്ഞ മാതിരി 4-ാം തീയതി വൈകുന്നേരം എത്തി. എൻ്റെ ആ രാഷ്ട്രീയ യാത്രയെ പറ്റി ഒന്ന് 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ജാനുവരി 2024 നമ്മുടെ പ്രധാനമന്ത്രി ചോദിച്ചു, ഇങ്ങനെ ലോക്സഭ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഏതാണ് കോൺസ്റ്റിറ്റ്യുവൻസി, എനിക്ക് താല്പര്യമുള്ള ഏതാ കോൺസ്റ്റിറ്റ്യുവൻസി. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു സേഫ് കോൺസ്റ്റിറ്റ്യുവൻസിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ട്, ബാംഗ്ലൂർ, ന്യൂഡൽഹി, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ജാനുവരി 2024 പറഞ്ഞു, എനിക്ക് കിട്ടിയ നമ്മുടെ കേരള നാട്ടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയാൽ എനിക്കൊരു അഭിമാനവും ഉണ്ടാവും, സന്തോഷമുണ്ടാവും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഫെബ്രുവരി എൻഡിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ശരി, ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു. മാർച്ച് 3-ാം തീയതി അത് ഒഫീഷ്യലായി ഞാൻ കാൻഡിഡേറ്റായി. 4-ാം തീയതി വൈകുന്നേരം ഞാൻ തിരുവനന്തപുരത്തെത്തി. ഈ കഴിഞ്ഞ ഒരു 23 ദിവസത്തിൽ ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി, നമ്മുടെ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ സ്ഥലത്തും, എല്ലാ 7 അസംബ്ലി സെഗ്മെൻറ്റിലും എത്ര ജനങ്ങളുടെ കൂടെയും എനിക്ക് കഴിവുണ്ട് അവരെല്ലാം മീറ്റ് ചെയ്ത് അവരെല്ലാവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രശ്നങ്ങളും അവരുടെ പ്രോബ്ലംസും എല്ലാം മനസ്സിലാക്കി. ഈ 23 ദിവസം ഞാൻ എല്ലാവരെയും മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. എത്ര ആൾക്കാരെ മീറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന എല്ലാവരെയും മീറ്റ് ചെയ്തു. അത് പൊഴിയൂരാണോ, വലിയതുറയാണോ, രാജാജി നഗറാണോ, ടെക്നോ പാർക്കാണോ, എല്ലായിടത്തും ഒരു ക്രോസ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. എന്നിട്ട് ഞാൻ മനസ്സിലാക്കിയത്, എത്രയോ പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക്, എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്നത്തെ പ്രശ്നങ്ങളല്ല, 5, 10, 15 കൊല്ലമായിട്ട് പ്രശ്നങ്ങൾ ജനങ്ങൾ ഒരു തരം സഫർ ചെയ്യുന്നു. അതിൻ്റെ ആരും പരിഹാരം ഉണ്ടാക്കുന്നില്ല. അതിൽ ആർക്കും പരിഹാരം ഉണ്ടാക്കാൻ താല്പര്യമില്ല. അപ്പം ഞാൻ ചിലതെല്ലാം അന്ന് തന്നെ ഒരു പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പരിഹാരം എടുക്കാൻ ഞാൻ നോക്കി. ചിലത് ഞാൻ ഇപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കി. കുറേ അങ്ങനെ സാധനങ്ങൾ പ്രശ്നങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പരിഹാരം ഉണ്ടാക്കാമെന്ന് എനിക്ക് ഒരു ഡിറ്റർമിനേഷനുണ്ട്, എനിക്ക് അതിൻ്റെ ഒരു താല്പര്യമുണ്ട്. അത് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നു, അത് ഞാൻ ചെയ്യും. ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കൺവെൻഷനൽ, ഒരു ലോക്സഭ ഇലക്ഷനാണ്, ഒരു ത്രികോണ മത്സരമായിരിക്കും, തെരഞ്ഞെടുപ്പാണ്. ഞാനുണ്ടാവും, ഒരു കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ഉണ്ടാവും, ഒരു CPIൻ്റെ കാൻഡിഡേറ്റ് ഉണ്ടാവും. ഒരു മത്സരമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതാണല്ലോ എല്ലാം ഒരു കൺവെൻഷനൽ ഒരു അസസ്മെൻറ്റ്. ബട്ട് ഈ 20-23 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം കണ്ട്, ഇത്ര കൊല്ലമായിട്ട് ജനങ്ങളിങ്ങനെ സഫർ ചെയ്യുന്നു കാണുമ്പോൾ, കേൾക്കുമ്പോൾ, എൻ്റെ ആ മത്സരം, ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറിയിട്ട് ഞാനിത് എൻ്റെ നിയോഗമാണ് എന്ന് അതിന് മാറ്റി. ഇത് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സേവ ചെയ്യാനും, തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനും, ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാനും, ഇതൊരു രാഷ്ട്രീയമല്ല, ഇതൊരു എലക്ഷനല്ല, ഇത് എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു നിയോഗമാണ്, എൻ്റെ ഒരു മിഷനാണത്. അത് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ എലക്ഷൻ ക്യാമ്പയിനെല്ലാം തുടങ്ങി, ഇങ്ങനെ ആൾക്കാർ, ജനങ്ങളെല്ലാം മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓപ്പോസിഷൻ എന്താണ് പറയുന്നത്, അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാരല്ലേ. ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഉണ്ട്, കാലായിട്ട്
പോളിറ്റിക്സിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. പിന്നെ 15 കൊല്ലമായിട്ട് ഇവിടെ ഒരു MP ഉണ്ട്. കോൺഗ്രസ് പാർട്ടി നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ 65-70 കൊല്ലം ഭരിച്ചൊരു പാർട്ടിയാണ്. അവരെന്താണ് പറയുന്നത് ഈ പ്രശ്നങ്ങളെപ്പറ്റി, ഈ ഇലക്ഷനെ പറ്റി? ഞാനിങ്ങനെ വികസനം, പുരോഗതി വേണം, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, തൊഴിൽ വേണം, ഞാൻ അത് പറയുന്നു. ഇവരെല്ലാം വലിയ എക്സ്പീരിയൻസ് രാഷ്ട്രീയക്കാർ. ഒരു ദിവസം ഹമാസ്, മറ്റേ ദിവസം CAA, മൂന്നാമത്തെ ദിവസം ആരാണ് ഭാരത് മാതാ കി ജയ് ആദ്യം പറഞ്ഞത്. ബട്ട് അവരുടെ ഈ പ്രശ്നങ്ങളെ പറ്റിയൊന്നും ആരൊന്നും പറയുന്നില്ല. ജനങ്ങളുടെ പ്രോബ്ലംസും ജനങ്ങളുടെ പ്രശ്നത്തിനെ പറ്റി ആരും ഒരു വാക്കും മിണ്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്ത് ഞാനാണോ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്? ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ ഒരു ടാൻജൻറ്റിൽ പോകുന്നത്? ഇവരാണോ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യൻ? എലക്ഷൻ ഇതിനെ പറ്റിയാണോ? അപ്പോൾ ഞാൻ ജനങ്ങളോട് മീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, മാറ്റം വേണം, ഇവിടെ ഒരു മാറ്റം വേണം. ഇങ്ങനത്തെ ഈ രാഷ്ട്രീയം, ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രാഷ്ട്രീയമല്ല ജനങ്ങൾക്ക് വേണ്ടത്. ജനങ്ങൾക്ക് പുരോഗതി, വികസനം, ഇൻവെസ്റ്റ്മെൻറ്റ്, തൊഴിലിൻ്റെ രാഷ്ട്രീയമാണ് കേൾക്കേണ്ടത്. അത് ആണ് വേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ എലക്ഷൻ എന്തിനെ പറ്റിയാണ്? ഇത് ഹമാസിനെ പറ്റിയാണോ? ഹമാസ് നമ്മുടെ നാട്ടിൽ എന്താ ഹമാസിൻ്റെ ഒരു റോള്? അവിടെ കടലാക്രമണം ഉണ്ടെങ്കിൽ ഹമാസ് കടലാക്രമണം സോൾവ് ചെയ്യാൻ പോകുന്നു. രാജാജി നഗറിൽ സൂവേജ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വെള്ളമില്ല, അത് ഹമാസാണോ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ നമ്മുടെ എലക്ഷൻ ടൈമിൽ ഇതെങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഡിസ്കോഴ്സിൽ? ഈ എലക്ഷൻ എന്താണ് എലക്ഷൻ? നമ്മുടെ ഡെമോക്രസിയിൽ 5 കൊല്ലത്തിലൊരു എലക്ഷൻ ഉണ്ടാകുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു പൊളിറ്റിക്കൽ ഒരു ജീനിയസ് ഒന്നുമല്ല. 18 കൊല്ലമായിട്ട് ഞാൻ MP ആണ്, 3 കൊല്ലമായിട്ട് മന്ത്രിയാണ്. കുറച്ചെല്ലാം പഠിക്കാനും വായിക്കാനും എനിക്കൊരു കഴിവുണ്ട്. ഈ എലക്ഷൻ ശരിക്കും പറയുകയാണെങ്കിൽ, ജനങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് നോക്കി പറയുകയാണെങ്കിൽ, ആര് എന്താണ് ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? 10 കൊല്ലം നമ്മുടെ ഇന്ത്യൻ്റെ ജനങ്ങൾ കോൺഗ്രസിന് ഒരു അവസരം കൊടുത്തു. 10 കൊല്ലമല്ല, 65 കൊല്ലം. ബട്ട് ഈ റീസെൻ്റ്ലി 10 കൊല്ലം, 2004 മുതൽ 2014, 10 കൊല്ലം നരേന്ദ്രമോദിജിക്ക് ജനങ്ങൾ അവസരം കൊടുത്തു. 2014 മുതൽ 2024 നമ്മുടെ കേരള നാടിൻ്റെ ജനങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്, നമ്മുടെ CPI CPMന് 8 കൊല്ലം അവസരം കൊടുത്തിട്ടുണ്ട്. അവർക്ക് കൊടുത്തത് 30, 40, 45 കൊല്ലം കൊടുത്തിട്ടുണ്ട്. ബട്ട് ഈ റീസെൻ്റ്ലി ഈ 8 കൊല്ലം കൊടുത്തിട്ടുണ്ട്. ആര് എന്ത് ചെയ്തു? ഈ അവസരം കിട്ടുമ്പോൾ ഏത് പാർട്ടി, ഏത് നേതാവ് എന്ത് ചെയ്തു ജനങ്ങൾക്ക്? അതല്ലേ ഈ എലക്ഷൻ? ഈ എലക്ഷൻ്റെ പ്രധാന വിഷയം അതല്ലേ? 2004 കോൺഗ്രസ് ഒരു നല്ല ഇക്കോണമി, അടൽ ബിഹാരി വാജ്പേയി വെച്ച ഇക്കോണമീനെ തകർത്തി 2014 വെച്ചു. 8% ഗ്രോത്ത് ഉള്ള ഒരു ഇക്കോണമീനെ 5% ഗ്രോത്ത് വരെ കൊണ്ടുവച്ചു. നമ്മൾ നിർമ്മല സീതാരാമൻജി പറഞ്ഞ മാതിരി ഇക്കോണമീനെ തകർത്തി. സ്കാം അല്ലാണ്ട് ഒന്നും കേൾക്കാനുണ്ടായിരുന്നില്ല ആ 10 കൊല്ലത്തിൽ. അതാണ് കോൺഗ്രസിൻ്റെ ജനസേവ. നരേന്ദ്രമോദിജി എന്ത് ചെയ്തു? ആ 10 കൊല്ലത്തിൽ നരേന്ദ്രമോദിജി ഒരു ഫ്രജൈൽ 5 തകർന്ന ഒരു ഇക്കോണമീനെ എടുത്തിട്ട് ടോപ്പ് 5 ഇക്കോണമി ആക്കി. ഇന്നും നമ്മൾ അടുത്ത 2 കൊല്ലത്തിൽ 3-ാം നമ്പർ ഇക്കോണമി ആവാൻ പോകുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് ടാപ്പ് വാട്ടർ, കുടിവെള്ളം, PM ആയുഷ്മാൻ ഹെൽത്ത് ഇൻഷുറൻസ്, വീട്, സെക്യൂരിറ്റി, എത്രയോ സ്കീംസ്, ഫ്രീ വാക്സിൻ, റേഷൻ, 80 കോടി ജനങ്ങൾക്ക് റേഷൻ, എത്രയോ സാധനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. നിർമ്മലാജി പറഞ്ഞു, വന്ദേ ഭാരത് ട്രെയിൻസ് കേരളയ്ക്ക് പുതിയ സ്റ്റേഷൻസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതെല്ലാം അദ്ദേഹം ചെയ്തു 10 കൊല്ലം. ജനങ്ങളുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ 10 കൊല്ലം, ഈ BJP 10 കൊല്ലത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് ആ 10 കൊല്ലത്തിൽ. ഇവിടെ 8 കൊല്ലത്തിൽ എന്ത് ചെയ്തു?
CPI CPM കേരള മോഡൽ എന്ന് പറഞ്ഞ അതേ ഈ ത്രികോണ മത്സരത്തിൽ മൂന്നാമത്തെ ഒരു കോൺ അവർ ഇന്ന് കേരളത്തിൻ്റെ ഇക്കോണമി നിർമ്മല സീതാരാമൻ പറഞ്ഞ മാതിരി 5th മോസ്റ്റ് സ്ട്രെസ്ഡ് ഇക്കോണമി ആക്കി വെച്ച് ഇന്ന് ശമ്പളവും പെൻഷൻ കൊടുക്കാൻ കടമെടുക്കുന്ന ഒരു സ്ഥിതി ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ എലക്ഷൻ ആരുടെ പെർഫോമൻസ് ആണ് ശരിക്കുള്ള പെർഫോമൻസ്, ആരാണ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, ഏത് പാർട്ടിക്കാണ്, ഏത് നേതാവിനാണ്, അതിൻ്റെ ഒരു എലക്ഷനാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ 4-ാം തീയതി 5-ാം തീയതി ആരോ ഒരു ജേർണലിസ്റ്റ് തന്നെ വന്ന് പറഞ്ഞു, ഇത് ഭയങ്കര ടഫ് എലക്ഷനാണ്, നിങ്ങൾക്ക് ഭയങ്കര ചാലഞ്ചായിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ചാലഞ്ച്? അല്ല, നിങ്ങളുടെ ഒപ്പോണൻ്റ് ഒരു വിശ്വപൗരവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ശരിയായിരിക്കും, ഞാൻ അതിൽ പോകുന്നില്ല. ഞാനൊരു സാധാരണ മലയാളീൻ്റെ സാധാരണ മോനാണ്, ഒരു വ്യോമസേന ഓഫീസറിൻ്റെ മകനാണ്. ഞാൻ ഇവിടെ പണിയെടുത്തിട്ടുണ്ട്, ജനസേവ ചെയ്യാൻ ഞാൻ നരേന്ദ്രമോദിജിന് പഠിച്ചത് ഒരു പുള്ളിയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കഴിവുണ്ട് ഇവിടെ ജനങ്ങളെ സേവ ചെയ്യാനും തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും. ആ ഒരു രാഷ്ട്രീയ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം നരേന്ദ്രമോദിജി കൊണ്ടുവന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, ചെയ്യാനൊരു കഴിവ്, ചെയ്യാനൊരു താല്പര്യം ഉള്ള ജനസേവ, ഒരു രാഷ്ട്രീയം. അതാണ് BJPൻ്റെയും കോൺഗ്രസ് CPMൻ്റെ നമ്മുടെ വ്യത്യാസം. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഇന്ത്യയിൽ 3 പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഉണ്ട്. അത് റിലിജൻ ഒന്നല്ല അതിൻ്റെ മെയിൻ ഡിറ്റർമിനേറ്റ്. 3 ഐഡിയോളജീസിൽ ഒരു പാർട്ടി 65 കൊല്ലമായിട്ട് പറയും ഒന്നും ചെയ്യില്ല. ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ പാർട്ടിയാണ് ആ പാർട്ടി. ഗരീബി എങ്ങോട്ടും പോയില്ല. അത് നരേന്ദ്രമോദിജിയാണ് അദ്ദേഹത്തെ 10 കൊല്ലത്തിൽ 25 കോടി ജനങ്ങളെ ഗരീബിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോയത്. ആ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കുറേ എല്ലാം പറയും, ഒന്നും ചെയ്യില്ല. രണ്ടാമത്തെ ഫ്രണ്ട് ഏതാ? ഒരു കമ്മ്യൂണിസ്റ്റ്. അവർ ഒന്നും ചെയ്യൂല, ഒന്നും പറയൂല, വേറെ ആരോടും ചെയ്യാൻ സമ്മതിക്കൂല. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മൂന്നാമത്തത് BJP NDA. ഞങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്യും, ചെയ്യാൻ പോകുന്നത് മാത്രമേ പറയുള്ളൂ. അതാണ് നരേന്ദ്രമോദിജീൻ്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ആ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയം ഭയങ്കര സിമ്പിളാണ്. വികസനം, പുരോഗതി, ഇൻവെസ്റ്റ്മെൻറ്റ്, തൊഴിലിന് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് സ്കില്ലുണ്ടാക്കണം, സ്കില്ല് കൊടുക്കണം. ഇതാണ് ഏറ്റവും പ്രധാന ഞങ്ങളുടെ അജണ്ടയിലെ വിഷയം. ഞങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ ഓപ്പോസിഷൻ പാർട്ടി അവരുടെ പെർഫോമൻസിനെ പറ്റിയൊന്നും പറയുന്നില്ല. ഞാൻ പൊഴിയൂർ പോയി ആ കടലാക്രമണം, ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് സങ്കടിച്ച് അങ്ങനെ ഡൽഹി പോയി ഇരുന്ന് അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കുമ്പോൾ 15 കൊല്ലമായിട്ടൊരു MP പറയുന്നു, അല്ല ഞാനൊരു എഴുതിയിട്ടുണ്ടല്ലോ, എഴുതിയിട്ടാണോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നു? അപ്പോൾ അതാണ് വ്യത്യാസം. ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. BJP NDAയിൽ ഞങ്ങൾക്ക് ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഒരു താല്പര്യമുണ്ട്, കഴിവുണ്ട്. ഞങ്ങൾ പണിയെടുത്ത് ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന രാഷ്ട്രീയം, ഏറ്റവും പ്രധാന ഒബ്ജക്റ്റീവ്. ഞാൻ ടൈം ലേറ്റായി, അതുകൊണ്ട് ഞാൻ ഒരു ലെങ്തി സ്പീച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു ലാസ്റ്റ് പോയിന്റ് ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് ഒരു അർത്ഥം, എന്താണ് മീനിങ്? അതിന് ഒരു വിഷൻ. EP ശ്രീനിവാസൻ സാറിന് ഇവിടെ
എല്ലാവർക്കും അറിയാം, ഞാൻ ഇവിടെ 96 97 വന്ന് കേരളത്തിൻ്റെ ആദ്യത്തെ സെല്ലുലർ നെറ്റ്വർക്ക് ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് 28 കൊല്ലം മുമ്പേ ടെക്നോളജീൻ്റെ ലോകത്തിൽ ആദ്യമായിട്ട് ടെക്നോ പാർക്കിൻ്റെ കോൺസെപ്റ്റ് തിരുവനന്തപുരത്തിനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അന്ന് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നില്ല, അത് ഹൈദരാബാദിൽ ഉണ്ടായിരുന്നില്ല, ചെന്നൈയിൽ ഉണ്ടായിരുന്നില്ല, ഗുരുഗ്രാം അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊരു പയനിയറിങ് സിറ്റി ആയിരുന്നു, ഇതൊരു പയനിയറിങ് സ്ഥലമായിരുന്നു ആ കോൺസെപ്റ്റ്. ഇപ്പോൾ എന്താണ്? എല്ലാവരും മുമ്പോട്ട് പോയി. നമ്മൾ 16-ാമത്തെ 18-ാമത്തെ റാങ്കിലാണ് ഇപ്പോൾ. ഈ ഡിജിറ്റൽ ഇക്കോണമിയും ടെക്നോളജി ഇങ്ങനെ ഒരു സ്പീഡിൽ മുമ്പോട്ട് പോകുമ്പോൾ അതേ തിരുവനന്തപുരം, സ്റ്റാർട്ട് ചെയ്ത തിരുവനന്തപുരം ഇപ്പോൾ ഡൽഹി, ബാംഗ്ലൂർ, ഗുരുഗ്രാം, ചെറിയ ചെറിയ സിറ്റീസിനെക്കാളും പിന്നാലെ ആയിരിക്കുന്നു. നിർമ്മലാജി പറഞ്ഞില്ലേ, ഇന്ന് എത്രയോ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ വരുന്നു, ഫാക്ടറീസ് ഉണ്ടാക്കുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, തൊഴിൽ ക്രിയേറ്റ് ആവുന്നു. ഇവിടുന്ന് 600 കിലോമീറ്റർ ദൂരെ ചെന്നൈയിൽ വലിയ വലിയ ഫാക്ടറീസ് വരുന്നു. ഇവിടുന്ന് 700 കിലോമീറ്റർ അകലം ബാംഗ്ലൂരിൽ ഫാക്ടറി വരുന്നു. ലക്ഷം കണക്കിൽ തൊഴിൽ അവിടെ ക്രിയേറ്റ് ആവുന്നു. ഇവിടെ എന്താ വരാത്തത്? എന്തുകൊണ്ട്? എന്താണ് കാരണം? അത് ആർക്ക്? ഇവിടെ ഹമാസാണല്ലോ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്. ഹമാസിനല്ല വിളിക്കേണ്ടത്, ഇൻവെസ്റ്ററിനല്ലല്ലോ വിളിക്കേണ്ടത്. അതുകൊണ്ട് അതിനെല്ലാവരും മാറ്റി നമുക്കൊരു മുമ്പോട്ട് കൊണ്ടുപോകാനൊരു വിഷൻ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. തിരുവനന്തപുരം പണ്ട് കാലത്ത്, ഇന്നെല്ലാം ഗ്ലോബൽ ടൂറിസം എന്ന് പറയുമ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് ടൂറിസമാണ് ഗ്ലോബലി, ഇന്റർനാഷണലി ഏറ്റവും വലിയ കാറ്റഗറി. അത് എവിടെ തുടങ്ങിയത്? നമ്മുടെ തിരുവനന്തപുരത്തല്ലേ. ആയുർവേദ, യോഗ, ഇതെല്ലാം ഒരു കാലത്ത് എല്ലാ ലോകത്തിലെ എല്ലാ കൺട്രീസിനും ഇവിടെ വന്നിട്ടായിരുന്നു ടൂറിസ്റ്റ് ആയുർവേദ, ഹെൽത്ത്, യോഗ എല്ലാം പഠിച്ചിരുന്നത്. ഇപ്പോൾ എല്ലാവരും പോകുന്നു ശ്രീലങ്ക, ബാലി. ഇവിടുത്തെ യോഗ ടീച്ചേഴ്സ്, നമ്മുടെ നാടിൻ്റെ യോഗ ടീച്ചേഴ്സ് അവിടെ പോയി പഠിപ്പിക്കുന്നത്. എന്തായി? എന്ത് പറ്റി? ഒരു പൊളിറ്റിക്കൽ ലീഡർ ഉണ്ടായിരുന്നില്ല, പൊളിറ്റിക്കൽ വിഷൻ ഉണ്ടായിരുന്നില്ല, ആർക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എഴുത്ത് എഴുതായിരുന്നു MP-മാര്. CM പിന്നെ ഹമാസിൻ്റെ വീഡിയോ കോൺഫറൻസിൽ ബിസി ആയിരുന്നു. അതെല്ലാം മാറ്റാൻ ഞങ്ങൾക്കൊരു വിഷനുണ്ട്. മുമ്പോട്ട് പോകണം, മുമ്പോട്ട് കൊണ്ടുപോകണം. ആ മാറ്റം നമ്മൾക്ക് എല്ലാവർക്കും ഒരു കൂടെ ഇരുന്ന് നമുക്ക് ഈ ഇലക്ഷനിൽ ഒരു മെസ്സേജ് കൊടുക്കുക. ഈ നമ്മുടെ രാഷ്ട്രീയത്തിലൊരു മാറ്റം കൊണ്ടുവരണം. നമ്മുടെ കുട്ടികൾക്കൊരു പുതിയ പുത്തൻ, നാളെ ഒരു പുതിയ പുത്തൻ മറ്റന്നാൾ ഉണ്ടാക്കി തിരുവനന്തപുരത്തിനെ ഒരു ഗ്ലോബൽ ഹബ് ഓഫ് ടെക്നോളജി, ഗ്ലോബൽ ഹബ് ഓഫ് ടൂറിസം, ഗ്ലോബൽ ഹബ് ഓഫ് സ്പോർട്സ്, ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്, തിരുവനന്തപുരത്തിൻ്റെ ഇക്കോണമി നന്നായി മുമ്പോട്ട് കൊണ്ടുപോയി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സും തൊഴിൽ, ആ ഒരു രാഷ്ട്രീയം കൊണ്ടുവന്നാൽ നമുക്ക് എല്ലാവർക്കും മുമ്പോട്ട് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. നമുക്കൊരു പുതിയ തിരുവനന്തപുരം ഉണ്ടാക്കാനൊരു അവസരം കിട്ടും. ഇത് പറഞ്ഞിട്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവരും ഇന്ന് ഇവിടെ വന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ വാക്കുകൾ കേട്ടു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. യോഗം ഉടൻ തന്നെ അവസാനിക്കും.